ഓക്കെ, കഴിഞ്ഞ ജൂലൈയിൽ ഒരുപാട് ഫോണിന്റെ ലോഞ്ചുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ മികച്ചൊരു ഫോണായിരുന്നു വിവോയുടെ X200 FE. സോ ഈ വരുന്ന ഓഗസ്റ്റിൽ ഞാൻ കരുതിയത് കുറച്ച് ഫോണുകളുടെ എണ്ണം കുറവായിരിക്കും. പക്ഷേ എനിക്കിത് ഈ ഓഗസ്റ്റ് മാസത്തിൽ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള എന്നാൽ കിട്ടില്ല ക്യാമറ പെർഫോമൻസ് തരുന്ന ഫോണുകൾ ഇഷ്ടം പോലെയാണ് വരുന്നത്. അതിന്റെ എല്ലാത്തിന്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയിലുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഏത് ഫോൺ വാങ്ങണം, ഏത് ഫോൺ അവോയ്ഡ് ചെയ്യണമെന്നാണ്. അതിനു മുന്നായിട്ട് ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ. സോ ദിസ് ഇസ് മീ വിക്കി. വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം, ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ ഗൈസ്, മോട്ടറോളയുടെ ഫോൺ ഇല്ലാത്ത ഒരു മാസം ഇപ്പൊ ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. കാരണം എല്ലാ മാസവും ഒരു ഫോണെങ്കിലും അവർ ഇറക്കുന്നുണ്ട്. ഈ വരുന്ന ഓഗസ്റ്റ് മാസത്തിലും അതിലൊരു മാറ്റമില്ല. മോട്ടറോളയുടെ G86 പവർ എന്ന് പറഞ്ഞിട്ടുള്ള ഫോണാണ് ഈ വരുന്ന ഓഗസ്റ്റ് മാസത്തിൽ വരാൻ പോകുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ ജൂലൈയിൽ ഇറങ്ങുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അത് ഓഗസ്റ്റിലേക്കാണ് മാറിയിട്ടുള്ളത്. ഒരു 20,000 രൂപ താഴെയുള്ള ഒരു ഫോണായിരിക്കും ഇത് കേട്ടോ. ഇതിന്റെ എടുത്തു പറയുന്ന പ്രത്യേകത, സാധാരണ നമ്മൾ മോട്ടോറോള ഫോൺ എന്ന് പറയുമ്പോൾ നമ്മൾ കർവ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ വെച്ചിട്ടാണ് ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. ഇതിന്റെ മറ്റ് സ്പെസിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ 6.7 ഇഞ്ച് വരുന്ന 1.5K റെസൊല്യൂഷൻ വരുന്ന 120 Hz വരുന്ന ഒരു POLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. പിന്നെ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ, 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 32 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ, 6720 mAh ബാറ്ററി, 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ IP68 69 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ് മീഡിയാടെക്കിന്റെ 7400 ആണ് കേട്ടോ. പിന്നെ മോട്ടോറോയുടെ ഫോണിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാം. മോട്ടോറോയുടെ തന്നെ ഒരു ലാപ്ടോപ്പും കൂടി ഇറങ്ങുന്നുണ്ട്. മോട്ടോ ബുക്ക് 60 Pro എന്ന് പറഞ്ഞിട്ട് ഒരു OLED ഡിസ്പ്ലേ ഒക്കെ വെച്ച് വരുന്ന അത്യാവശ്യം നല്ലൊരു ലാപ്ടോപ്പ് തന്നെയാണ്. മോട്ടോറോയുടെ ലാപ്ടോപ്പ് ഇപ്പോൾ കൊള്ളാട്ടോ. അത്യാവശ്യം വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ലാപ്ടോപ്പുകൾ അവർ ഇറക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് അത് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിളിന്റെ പിക്സൽ ഫോണുകളെ കുറിച്ചാണ്. 4 ഫോണുകളാണ് അവർ ഒരുമിച്ച് ഇറക്കാൻ പോകുന്നത്. ഗൂഗിൾ പിക്സൽ 10, 10 Pro, പിന്നെ 10 Pro XL, 10 Pro Fold. പിന്നെ ഇപ്രാവശ്യം തന്നെ ഗൂഗിൾ ഫോണുകൾക്ക് 2 പ്രധാന പ്രത്യേകതകളുണ്ട് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ, അതിന്റെ ബേസ് വേരിയന്റ് അതായത് ഗൂഗിൾ പിക്സൽ 10ൽ തന്നെ 2 ക്യാമറയ്ക്ക് പകരം 3 ക്യാമറ കൊടുത്തിട്ടുണ്ട്. സാധാരണ അവരുടെ ബേസ് വേരിയന്റ് 2 ക്യാമറയാണ് കൊടുക്കാറുള്ളത്. ഇപ്രാവശ്യം അതിൽ നിന്നൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, സാധാരണ അവർ യൂസ് ചെയ്യാറുള്ള ചിപ്സെറ്റ് ടെൻസർ ആണ്. അത് ഉണ്ടാക്കി കൊടുക്കുന്നത് സാംസങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല ഹീറ്റിംഗ് ഇഷ്യൂ ആണ് ഈ ഗൂഗിളിന്റെ പിക്സൽ ഫോണുകൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം വരുന്ന ചിപ്സെറ്റ് TSMC ആണ് ബിൽഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ ഹീറ്റിംഗിന്റെ കാര്യത്തിൽ ഇപ്രാവശ്യം അത്യാവശ്യം മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. സോ ഗൂഗിൾ പിക്സൽ 10ന്റെ പ്രത്യേകതകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 6.3 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് OLED 120 Hz ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. 48 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ, 12 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 10 മെഗാപിക്സലിന്റെ 5x ടെലിഫോട്ടോ ക്യാമറയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ 4970 mAh ബാറ്ററി, 29 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്, 15 വാട്ടിന്റെ വയർലെസ് ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗൂഗിൾ ഫോണുകളുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഏതാണ്ട് നിങ്ങൾക്ക് ഒരു 6-7 വർഷത്തോളം കിട്ടുന്ന. ഇനി ഗൂഗിൾ പിക്സൽ 10 പ്രോയുടെ സ്പെസിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 6.3 ഇഞ്ച് വരുന്ന 1.5K റെസൊല്യൂഷൻ വരുന്ന ഒരു LTPO OLED 120 Hz ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ, 48 മെഗാപിക്സലിന്റെ 5x ഒപ്റ്റിക്കൽ പെരിസ്കോപ്പ് ക്യാമറ, 48 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പിന്നെ 4870 mAh ബാറ്ററി, 29 വാട്ടിന്റെ ചാർജിങ്, 15 വാട്ടിന്റെ വയർലെസ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോൺ 16GB റാമിലായിരിക്കും വരാൻ പോകുന്നത്. അതിന്റെ സ്റ്റോറേജ് വേരിയൻസ് വരുന്നത് 128GB, 256GB, 512GB, 1TB വരെ ആയിരിക്കും. ഇതിന്റെ പ്രൈസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 1,10,000 അടുത്താണ്. ഗൂഗിൾ പിക്സൽ 10ന്റെ പ്രൈസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഏതാണ്ട് 80,000 റുപ്പീസ് ആയിരിക്കും കേട്ടോ. ഇനി ഗൂഗിളിന്റെ പിക്സൽ 10 Pro XLന്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 6.8 ഇഞ്ച് വരുന്ന ക്വാഡ് HD വരുന്ന ഒരു LTPO OLED 120 Hz ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. 5200 mAh ബാറ്ററി, 39 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്, 15 വാട്ടിന്റെ വയർലെസ് ചാർജിങ് ആയിട്ടായിരിക്കും ഈ ഫോൺ വരാവുന്നത്. ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻസ് എല്ലാം തന്നെ സെയിം ആണ്. ഇനി ഇതിന്റെ പ്രൈസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത് 1,25,000 ആണ് കേട്ടോ. പിന്നെ എല്ലാവരും ഫോൾഡ് ഫോൺ ഇറക്കുമ്പോൾ ഗൂഗിൾ മാത്രം ഇറക്കാവുന്ന ശരിയാവില്ലല്ലോ. സോ അവരുടെ ഗൂഗിൾ പിക്സൽ 10 Pro ഫോൾഡ് കൂടി ഈ വരുന്ന ആഗസ്റ്റിൽ വരുന്നുണ്ട്. അതിന്റെ സ്പെസിഫിക്കേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 6.4 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് OLED 120 Hz ഡിസ്പ്ലേ ആണ് ഔട്ടർ സൈഡ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 8 ഇഞ്ച് വരുന്ന 2K LTPO OLED ഡിസ്പ്ലേ ആണ്. അത് 120 Hz സപ്പോർട്ട് ചെയ്യുന്നതാണ് ഉള്ളിൽ കൊടുത്തിട്ടുള്ളത്. 48 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ, 10 മെഗാപിക്സലിന്റെ 5x അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 10 മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ക്യാമറ ഒക്കെയാണ് ഇതിന്റെ പ്രത്യേകത. ഇതിന്റെ പ്രൈസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഏതാണ്ട് 1,80,000 ആണ്. ഗൂഗിളിന്റെ ഫോണല്ലേ, ഇങ്ങനെയാണ് അതിന്റെ പ്രൈസിങ് സ്വതവേ വരാറുള്ളത്. കിട്ടില്ല ക്യാമറ ഔട്ട്പുട്ടും കറക്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ അപ്ഡേഷനും കിട്ടുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിന്റെ പിക്സൽ സീരീസ് എടുക്കാം കേട്ടോ. അല്ലാത്ത പക്ഷം നിങ്ങളൊരു ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ഒന്നും ആണെങ്കിൽ ഈ ഫോൺ എടുക്കരുത്. കാരണം അതിനുള്ള കപ്പാസിറ്റി അതിന്റെ ചിപ്പിനില്ല, ഇപ്പോഴും ഇല്ല. സോ അത് ഭാവിയിൽ വരുമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് നോക്കാം. സോ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഈ ജൂലൈയിൽ ഇറങ്ങിയിട്ടുള്ള വിവോയുടെ X200 FE നിങ്ങൾക്ക് അറിയാലോ. 50,000 രൂപ പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന ബെസ്റ്റ് ക്യാമറ ഫോൺ ആയിരിക്കും അത്. ഒരു ബെസ്റ്റ് ക്യാമറ ഫോൺ എന്നത് ഒരു ഓൾറൗണ്ട് ഫോണാണ്. ഇപ്രാവശ്യം അതിന്റെ പെർഫോമൻസും കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. സോ വിവോയുടെ അടുത്തൊരു ഫോൺ ഈ ഓഗസ്റ്റിൽ വരുന്നുണ്ട്.
വിവോയുടെ V60. വിവോയുടെ ഈ V സീരീസും ക്യാമറ ബോക്സിലായിട്ട് വരുന്ന ഫോണാണ്. സൈസിന്റെ കൊളാബറേഷൻ ഒക്കെ ആയിട്ട് വരുന്ന ക്യാമറയാണ് ഇതിലുണ്ടാവാറുള്ളത്. സോ ഈ ഒരു ഫോണിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ക്യാമറ ഔട്ട്പുട്ട് പ്രതീക്ഷിക്കാം. സോ ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗന്റെ 7 Gen 4 ആണ് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ, 50 മെഗാപിക്സലിന്റെ 3x ടെലിഫോട്ടോ ക്യാമറ, 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. 4500 mAh ബാറ്ററി, 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫോണിന്റെ പ്രൈസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഏതാണ്ട് 40,000 ആണ് കേട്ടോ. ഇത് മാത്രമല്ല വിവോയുടെ 2 ഫോണുകൾ കൂടി വരുന്നുണ്ട്. വിവോയുടെ T4 Proയും വിവോയുടെ Y400 അങ്ങനെ 2 ഫോണുകളാണ് വരാൻ പോകുന്നത്. ഇതിന്റെ സ്പെസിഫിക്കേഷൻ ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം, നിങ്ങൾക്ക് പൗസ് ചെയ്തിട്ട് വാച്ച് ചെയ്യാവുന്നത്. വിവോയുടെ T4 Pro എന്ന ഫോൺ ഏതാണ്ട് നിങ്ങൾക്ക് 30,000 പ്രൈസ് റേഞ്ചിലായിരിക്കും കിട്ടാൻ പോകുന്നത്. Y400 ഏതാണ്ട് 25,000 ആ പ്രൈസ് റേഞ്ചിലായിരിക്കും വരാൻ പോകുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോയിൽ നിന്ന് 2 ഫോണുകളാണ്. ഓപ്പോയുടെ 20,000 താഴെയുള്ള ഒരു ബെസ്റ്റ് ഫോൺ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഓപ്പോയുടെ K30. നമ്മൾ അതിന്റെ ഓൾറെഡി അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ ഈ ചാനൽ ചെയ്തിട്ടുണ്ട്. ഒരു ഓൾറൗണ്ട് ബെസ്റ്റ് ഫോണാണ് കേട്ടോ K30 അണ്ടർ 20,000. സോ അതിന്റെ ഒരു സക്സസർ ആയിട്ടാണ് ഓപ്പോയുടെ K30 ടർബോ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൺ കൂടി ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്പോയുടെ K30 ടർബോ പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഫോൺ ഇറങ്ങുന്നുണ്ട്. ഈ ഫോണിന്റെ വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഫോൺ ഒരു ഫാനുമായിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് കാറ്റടിക്കാൻ പറ്റുന്ന ഫാനൊന്നും ഉണ്ടാവില്ല, അതിന്റെ CPU കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതൊരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഫോണാണ്. നിങ്ങൾക്ക് ഗെയിമിങ്ങിനും കാര്യത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോണാണ്. സോ ഇതിന്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഓപ്പോ K30 ടർബോ വരാൻ പോകുന്നത് MediaTekന്റെ 8450 എന്ന് പറഞ്ഞിട്ട് ചിപ്സെറ്റ് ആണ്. 7000 mAh ബാറ്ററി, 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്, 50+2 മെഗാപിക്സലിന്റെ ഒരു ക്യാമറ, 12 GB റാം, 256 GB ഇന്റേണൽ സ്റ്റോറേജ് ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. ഇതിന്റെ പ്രൈസ് ഏതാണ്ട് നമ്മൾ 25,000 ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ K30 ടർബോ പ്രോയിൽ വരാൻ പോകുന്ന മാറ്റം, K30 ടർബോയിൽ എന്റെ പൊന്നെ ഇതിന്റെ പേരിന്റെ വലുപ്പല്ലേ, K30 ടർബോയിൽ വന്നിട്ടുള്ളത് MediaTekന്റെ ചിപ്സെറ്റ് ആണെങ്കിൽ K30 ടർബോ പ്രോയിൽ വരാൻ പോകുന്നത് സ്നാപ്ഡ്രാഗന്റെ ചിപ്സെറ്റ് ആണ്. സ്നാപ്ഡ്രാഗന്റെ 8 Gen 4 ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻസ് എല്ലാം തന്നെ സെയിം ആണ്. ഇതിന്റെയും പ്രൈസ് നമ്മൾ ഏതാണ്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 30,000 കേട്ടോ. അടുത്തിറങ്ങാൻ പോകുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ ഷവോമിയുടെ 15CB ആണ്. ഷവോമിയുടെ ഫോണൊക്കെ ഇറങ്ങിയിട്ട് കുറച്ചു കാലമായില്ലേ. ഏകദേശം നല്ല ക്യാമറ പെർഫോമൻസ് വരുന്ന ഫോണാണ് ഈ CB സീരീസ്. അതായത് അവരുടെ ഷവോമി 15ന്റെ ഒക്കെ ഒരു കുഞ്ഞൻ വേർഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. കാരണം ലൈക്കയുടെ ഒക്കെ കൊളാബറേഷൻ ആയിട്ട് വരുന്ന ക്യാമറ സെറ്റപ്പ് ആണ് ഈ ഒരു ഫോണിലും വരാൻ പോകുന്നത്. ഇനി നമ്മൾ ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 6.5 ഇഞ്ച് വരുന്ന 120 Hz ഒരു AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. സ്നാപ്ഡ്രാഗന്റെ 8 Gen 4 ആണ് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. 12GB അല്ലെങ്കിൽ 16GB എന്ന് പറഞ്ഞ 2 റാം വേരിയന്റിലാണ് വരുന്നത്. അതും LPDDR5X ആണ് റാം വരുന്നത്. ഇനി ഇതിന്റെ സ്റ്റോറേജ് വേരിയന്റ് ആണെങ്കിൽ 256GB അല്ലെങ്കിൽ 512GB ആണ് വരാൻ പോകുന്നത്. അതും UFS 4.0 ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ, 50 മെഗാപിക്സലിന്റെ 2.5x വരുന്ന ടെലിഫോട്ടോ ക്യാമറ, 12 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പിന്നെ 50 മെഗാപിക്സലിന്റെ ഒരു സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഈ ക്യാമറകളെല്ലാം തന്നെ ലൈക്കയുടെ കൊളാബറേഷൻ ആയിട്ട് വരുന്നതാണ് കേട്ടോ. 6000 mAh ബാറ്ററി, 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ പ്രൈസ് നമ്മൾ ഏതാണ്ട് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 40,000 ആണ് കേട്ടോ. സോ ഇത്രയും ഫോണുകളാണ് ഈ വരുന്ന ഓഗസ്റ്റ് മാസത്തിൽ പ്രധാനമായിട്ടും വരാൻ പോകുന്നത്. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തോളൂ. ഇനി മറ്റേതെങ്കിലും ഫോണുകൾ ഇത് ലോഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ സ്പോട്ടിൽ ചാനൽ അപ്ഡേഷൻ തരുന്നതാണ്. സോ അതൊന്നും മിസ് ചെയ്യാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഈസ് മീ വിക്കി. ബൈ.